ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കാണ്. എന്താണ് VBG റാംജി എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് VBG റാംജി. അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ചുമ്മാ പേര് മാറ്റൽ മാത്രമല്ല, ആ 2005 ഈ ഒരു നിയമം തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് VBG റാംജി. അത് എന്താണെന്ന് നോക്കാം. ഇനി വരുന്ന എക്സാമിനൊക്കെ എന്തായാലും ഉറപ്പായിട്ടും ഒരു മാർക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് മറക്കാതെ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഷുവറാണ്, എന്തായാലും ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് VBG റാംജി? എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അതായത് 2047 ആവുമ്പോഴേക്കും വികസിത ഭാരതം എന്ന് പറയുന്ന നേട്ടം കൈവരിക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിഷനാണ് VBG റാംജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ തൊഴിലുറപ്പ് പണ്ടുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പുതിയ പദ്ധതിക്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. VBG റാംജി മുൻപ് അറിയപ്പെട്ടിരുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ്. ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരം, അതായത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം, ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 100%. അതായത് സ്റ്റേറ്റിന് ഇതിന് മേളിൽ യാതൊരു ചെലവും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മെറ്റീരിയൽ കോസ്റ്റ് അല്ലാതെ വേറെ ഒരു ചെലവും സ്റ്റേറ്റിന് ഈ ഒരു പദ്ധതിയുടെ പുറത്ത് ചെലവഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കേന്ദ്രമാണ് ഇതിൻ്റെ ചെലവ് മുഴുവനും നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം അത് മാറി VBG റാംജി ആവുന്നതോടുകൂടെ കാര്യങ്ങളൊക്കെ മാറുകയാണ്. കേന്ദ്രം 60% വിഹിതം നമുക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് 60% വിഹിതം ചെലവഴിക്കുമ്പോൾ സംസ്ഥാനം 40% വിഹിതം ചെലവഴിക്കേണ്ടതുണ്ട്. ആൻഡ് ആദ്യത്തെ പദ്ധതി പ്രകാരം 100 തൊഴിൽ ദിനങ്ങളാണ് കൊടുത്തിരുന്നത്. തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങളാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 125 തൊഴിൽ ദിനമായി കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ 125 തൊഴിൽ ദിനമായി കൂട്ടുകയും ചെയ്തു. പോരാത്തതിന് വേതനം കൊടുക്കുന്നതിലോട്ടുള്ള ഫണ്ടിങ്, അതിൽ സംസ്ഥാനത്തിന് 40% ഒരു ബാധ്യതയായി നിൽക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഈ വിഹിതത്തിൻ്റെ കാര്യം പറയുമ്പോൾ വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം 90% വിഹിതം ഈ പദ്ധതി പ്രകാരം കൊടുക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും അവർ 10% മാത്രം ഇതിലോട്ടേക്ക് ഇറക്കിയാൽ മതി. ഓക്കെ, ഇനി നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 100% വിഹിതവും കേന്ദ്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ആദ്യം ഈ MG നരേഗ പദ്ധതി പ്രകാരം കേന്ദ്രമാണ് 100% ചെലവും വഹിച്ചുകൊണ്ടിരുന്നത്. 100 തൊഴിൽ ദിനങ്ങളാണ് തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ VBG റാംജി വരുമ്പോൾ മാറുകയാണ് കാര്യങ്ങൾ. കേന്ദ്രത്തിൻ്റെ വിഹിതം 60%, സംസ്ഥാനത്തിൻ്റെ വിഹിതം 40%, 125 തൊഴിൽ ദിനങ്ങളാണ് ആർക്ക് കൊടുക്കുന്നത്? തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഹാർവസ്റ്റിംഗ് സീസണിൽ, അതായത് ഈ കൃഷിയുടെ വിളവെടുപ്പ് കാലത്ത് ഈ ഒരു പദ്ധതി പ്രകാരം ആർക്കും തന്നെ തൊഴിൽ ഉണ്ടായിരിക്കുന്നതല്ല. ആ സമയത്ത് ആ തൊഴിലിലോട്ട് പോകണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള ഭയങ്കര മെറിറ്റായിട്ട് തോന്നിയ ഒരു കാര്യം, ജോലി പൂർത്തിയായതിനു ശേഷം പരമാവധി 15 ദിവസത്തിനുള്ളിൽ വേതനം കൊടുക്കണം. 7 ദിവസം എന്നാണ് പറയുന്നത്, എന്നാലും മാക്സിമം പോയാൽ 15 ദിവസം. 15 ദിവസത്തിനുള്ളിൽ വേതനം കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ തൊഴിൽ രഹിത അലവൻസിന് തൊഴിലാളികൾ അർഹരാണ്. ആരാണ് അപ്പോൾ തൊഴിൽ രഹിത അലവൻസ് കൊടുക്കേണ്ടി വരിക?
സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടി വരിക. തൊഴിൽ രഹിത അലവൻസിന് തൊഴിലാളികൾ അർഹരാണ്. എങ്ങനെയെങ്കിൽ ജോലി പൂർത്തിയായി പരമാവധി 15 ദിവസത്തിനുള്ളിൽ വേതനം കൊടുത്തില്ലെങ്കിൽ. ഓക്കെ, പിന്നെ പറഞ്ഞ പോയിന്റാണ് കാർഷിക വിളകളുടെ വിളവെടുപ്പ് കാലത്ത് ഈ വി ബി ജി റാംജിയുടെ കീഴിൽ തൊഴിലുണ്ടായിരിക്കുന്നതല്ല. തൊഴിലുമായി ബന്ധപ്പെട്ട, അതായത് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് പഞ്ചായത്തായിരുന്നു അല്ലേ. അതുപോലെ ഇവിടെയും തൊഴിലുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കുന്നത് ഗ്രാമതലത്തിലാണ്. എങ്കിലും ഇതിൻ്റെ ആസൂത്രണവും എല്ലാ കാര്യങ്ങളും PM ഗതിശക്തി അടക്കമുള്ള കേന്ദ്ര പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, തൊഴിൽ മേഖലകൾ കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്. തൊഴിൽ മേഖലകൾ തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണ്. അങ്ങനെ കേന്ദ്രം 4 തൊഴിൽ മേഖലകളാണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. 1 ജലസുരക്ഷ, 2 ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, 3 ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, 4 പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാത ലഘൂകരണം. ഓക്കെ, അപ്പം കേന്ദ്രം സെലക്ട് ചെയ്ത 4 തൊഴിൽ മേഖലകൾ, വി ബി ജി റാംജിയുടെ കീഴിൽ വരുന്ന 4 തൊഴിൽ മേഖലകളാണ് ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാത ലഘൂകരണം. ഓക്കെ, ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ഡിസംബർ 16-ാം തീയതി 2025 ഡിസംബർ 16-ാം തീയതി ശിവരാജ് സിംഗ് ചൗഹാനാണ് അവതരിപ്പിച്ചത്. ബില്ല് ഒപ്പുവെച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. അത് ഡിസംബർ 21, 2025-നാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പകരക്കാരനായിട്ട് വന്നേക്കുവാണ് വി ബി ജി റാംജി എന്ന് പറയുന്ന പദ്ധതി. ആദ്യ പദ്ധതി പ്രകാരം 100% കേന്ദ്രവിഹിതം ലഭിച്ചിരുന്നതാണ്. ഇപ്പോഴത് കേന്ദ്രം 60%, സംസ്ഥാനം 40% എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. 100 തൊഴിൽ ദിനങ്ങളാണ് ആദ്യം കൊടുത്തിരുന്നത് എങ്കിൽ ഈ പദ്ധതി പ്രകാരം അത് 125 കൂട്ടിയിരിക്കുന്നു. ഇനി കേന്ദ്രത്തിന്റെ വിഹിതത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് 90% വിഹിതവും കേന്ദ്രം കൊടുക്കുന്നു. നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ 100% കേന്ദ്രത്തിന്റെ വിഹിതമാണ് ഉള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ്, ജോലി പൂർത്തിയായി മാക്സിമം 15 ദിവസത്തിനുള്ളിൽ വേതനം കൊടുക്കണം. അല്ലാത്ത പക്ഷം അവർ തൊഴിൽ രഹിത അലവൻസിന് അർഹരാണ്. ഹാർവസ്റ്റിംഗ് സമയത്ത് എന്തുണ്ടാവില്ല? തൊഴിൽ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട 4 തൊഴിൽ മേഖലകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മറക്കാതെ പഠിച്ചിരിക്കുക. ഓക്കെ, പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോളണം. കേരളത്തിലെ ഇപ്പോഴത്തെ വേജ് റേറ്റ് എന്ന് പറയുന്നത് 369 രൂപയാണ്. 369 രൂപ. കേരളത്തിലെ നിലവിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 369 രൂപയാണ്. ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സ്റ്റേറ്റ് ഹരിയാനയാണ്. അത് 400 രൂപയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു.